നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/5/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിക്കാനാണ്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 260, RSS 5 കിലോ 256, ISNA 20 211, ലാറ്റക്സ് 60% DRC 161.70 രൂപ. ഇനി ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 260, RSS 5 കിലോ 256. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഈ കേരളത്തിൻ്റെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 248, ലോട്ട് കിലോ 210 മുതൽ 215. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 157, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 117.75 രൂപ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 247, RSS 5 കിലോ 244. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 285 രൂപ 54 പൈസ, RSS 5 കിലോ 285 രൂപ 10 പൈസ. കർണാടക വില നോക്കുമ്പോൾ RSS 3 254 രൂപ 50 പൈസ, RSS 4 254, RSS 5 247 രൂപ 50 പൈസ, ലോട്ട് കിലോ 216 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 152 വരെ. ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയില്ല. കോട്ടയം RSS 4 കിലോ 252, RSS 5 കിലോ 248, ISNA 20 205 മുതൽ 205 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 138 മുതൽ 151 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 225, ഫാക്ടറി വില 235. 25% DRCയുള്ള 200 ലിറ്റർ വാന് 11,250, 30% DRCയുള്ള 200 ലിറ്റർ 13,500, 35% DRCയുള്ള 200 ലിറ്റർ വാന് 15,750, 40% DRCയുള്ള 200 ലിറ്റർ വാന് 18,000 രൂപ. ഇപ്പോൾ 40% പറയാൻ കാര്യം ഇപ്പോൾ DRC കൂടുതലാണ്. കാരണം ഉണക്കായതുകൊണ്ട് പാലിന് നല്ല കട്ടിയായതുകൊണ്ടൊക്കെ DRC 40 വരെ ഇത് കിട്ടുന്നുണ്ട്. ആണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,945, ഒരു പവൻ 1,11,560. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 20 രൂപയും 1 പവൻ്റെ മുകളിൽ 160 രൂപയാണ് കുറഞ്ഞത്. കേരളത്തിലെ കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് കാർബിൾ കിലോ 720, കൺകാർബിൾ കിലോ 700, പുതിയത് 690, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685, കാപ്പിക്കുരു 35,000, വയനാടൻ കുരുമുളക് 700, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 900, പിണ്ണാക്ക് സ്പ്ലർ 37, റോട്ടറി 41, അടയ്ക്ക പുതിയത് 390 ആണ്. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ. നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളോടും അമിതമായ അക്രമം കാട്ടുകയാണ്. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ് ട്രെയിനിലെ യാത്രയ്ക്കിടെ രാത്രിയിൽ 6 വയസ്സുള്ള കുഞ്ഞിനോട് അക്രമം കാട്ടിയ പ്രതിയെ പിടികൂടുന്നതിന് സഹായിച്ചത് കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തല സ്വദേശിനി വീണയുടെ സംയോജിതമായ ഇടപെടലാണ്. വീണയുടെ ജാഗ്രത ഇല്ലായിരുന്നുവെങ്കിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങേയറ്റം ധൈര്യത്തോടെയും വളരെയേറെ ബുദ്ധിയോടെയും വീണ ഇടപെട്ടു. വീണ ചെയ്തത് മാതൃകാപരമായ കാര്യമെന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. കോട്ടാത്തല ബിപിൻ ഭവനത്തിൽ VS വീണയെ ഇന്ന് വീട്ടിലെത്തി അനുമോദിക്കുകയും ആദരവ് നൽകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി കൊട്ടാരക്കര പ്രിയ MLA-യുമായ KN ബാലഗോപാൽ ഈ പൊതുപ്രവർത്തകരും വീണയെ അഭിനന്ദിച്ചു. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.